ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അറബിക് ക്രീമി ചിക്കൻ കറിയുടെ റെസിപ്പിയാണേ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അങ്ങനെ എന്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 2.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇത്തിരി അത്യാവശ്യം അധികം ചിക്കൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് ഞാൻ 1 കപ്പോളം തൈര് ഉപയോഗിച്ചിട്ടുണ്ട്. ചിക്കൻ എത്രത്തോളം നിങ്ങൾ ഉപയോഗിക്കുന്നോ അത് കണക്ക് അളവിലും വ്യത്യാസം വരുത്തണേ. ഞാൻ 2.5 കിലോ ചിക്കൻ ഉപയോഗിച്ചുകൊണ്ടാണ് 1 കപ്പ് തൈര് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി തന്നെ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം സാദാ ചില്ലി ഉപയോഗിക്കുക, റെഡ് ചില്ലി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് എരിവ് കൂടുതലായിരിക്കുമേ. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി തന്നെ ഉപയോഗിക്കാൻ പറയുന്നത്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കണേ. ഞാനാണെങ്കിൽ 2.5 കിലോ എടുത്തുകൊണ്ടാണ് 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അളവിന് വ്യത്യാസം വരുത്താം. അതിനുശേഷം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ അളവിന് കൂടുതലോ കുറവോ ചേർക്കാം. എൻ്റെ മഞ്ഞൾപ്പൊടിക്ക് കളർ കുറവായതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കൂടുതൽ ചേർത്തത്. പിന്നീട് അതിലേക്ക് ഞാൻ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ചിക്കൻ മസാല ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഗരം മസാല നമ്മൾ ഓൾറെഡി ചേർക്കുന്നുണ്ടല്ലോ. ഞാൻ ചിക്കൻ മസാല ചേർക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ മസാലയും കൂടി ചേർത്തതിന് ശേഷം ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടി 1/4 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതിയാവേ. ഇച്ചിരി ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. കുറച്ച് ചേർത്താലും മതി. കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടോ അത്രത്തോളം നമുക്ക് ചേർക്കാം. ഇവിടെ ഉപ്പ് കുറവാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ഇടുന്നുള്ളേ. ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ്റെ എല്ലാ ചിക്കൻ പീസിലും ഒരേ അളവിന് തന്നെ മസാലകൾ എത്തുന്നവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്യണം കേട്ടോ. ഒരറ്റത്ത് കട്ട പിടിച്ചിരിക്കാനോ ഒന്നിനും പാടില്ല. നല്ല രീതിയിൽ എല്ലായിടവും എത്തുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ ഞാൻ എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചിക്കൻ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി എന്ന കാര്യം ഓർക്കുന്നത്. അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് ഇത് ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, വെളിയിൽ വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ വെളിയിൽ തന്നെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. 1 മണിക്കൂറോളം ഞാൻ വെളിയിൽ വെച്ച് റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനത് സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ. വെളിച്ചെണ്ണയിൽ ചെയ്താൽ വെളിച്ചെണ്ണയുടെ ഒരു സ്മെൽ അതിലുണ്ടാവും. അതുകൊണ്ടാണ് റിഫൈൻഡ് ഓയിൽ തന്നെ ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ എല്ലാ ചിക്കനും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ.
2 ട്രിപ്പായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത്. കാരണം ചിക്കൻ ഒരുപാടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ 2 ട്രിപ്പായിട്ടാണ് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം പൊരിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ആ ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓയിൽ മാറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ മാറ്റുകയും ചെയ്യാം. ഞാൻ പക്ഷെ ആ ഓയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ അതിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് ആ ഓയിൽ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ ആഡ് ചെയ്തിട്ട് അത് മെൽറ്റ് ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. അതിലേക്ക് ഞാൻ പച്ചക്കറികളാണ് ഇനി ആഡ് ചെയ്യുന്നത്. ഞാൻ 8 സവോള എടുത്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള 8 സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് 4 പച്ചമുളകും കൂടിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് അതൊന്നിനെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് സാൾട്ടും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാൾട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സവോള നല്ല രീതിയിൽ തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇനി അതിലേക്ക് മാഗി ക്യൂബാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മാഗി ക്യൂബ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു മാഗി ക്യൂബ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതിലേക്ക് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗരം മസാല ഇടുന്നവർക്ക് ഗരം മസാല ഇടാം, ചിക്കൻ മസാല ഇടുന്നവർക്ക് ചിക്കൻ മസാല ഇടാം. ഞാൻ ചിക്കൻ മസാല ആണ് ഇടുന്നത്. പകരത്തിന് ഗരം മസാലയൊന്നും ഞാൻ ഇടുന്നതൊന്നുമില്ല. ചിക്കൻ മസാല ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഗരം മസാല ഉപയോഗിക്കാത്തത്. പിന്നെ നമ്മുടെ ചിക്കൻ്റെ മിക്സിലും അതിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ്. ഞാനാണെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ആഡ് ചെയ്യണമെങ്കിൽ അത്രത്തോളം ആഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് പെരുംജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെരുംജീരകം തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് ഞാൻ അതിലേക്ക് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകം ഞാൻ 1/2 ടേബിൾ സ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അളവ് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടാതെ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അത് ഓപ്ഷണലാണ്. ഞാനൊരു 10-15 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഉപയോഗിക്കുന്നത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി വേണമെങ്കിൽ ഇടാം. അതിന് പകരം സോസ് ഉപയോഗിക്കുന്നെങ്കിൽ സോസ് ആണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ സോസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാത്തത്. ടൊമാറ്റോ സോസ് ഞാൻ ഒരു അരക്കപ്പോളം ഉപയോഗിച്ചിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം ഞാൻ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം എന്തായാലും നമ്മൾ ഉപയോഗിക്കണം. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ആ ഒരു ഫ്രഷ് ക്രീമിൻ്റെയാണ്. അതുകൊണ്ട് ഫ്രഷ് ക്രീം ഞാൻ 2 കപ്പോളം ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ട്. 2 കപ്പോളം ഫ്രഷ് ക്രീം നമ്മൾ അതിലേക്ക് ഇടണം. നിങ്ങൾക്ക് അളവിൽ വേണമെങ്കിൽ വ്യത്യാസം വരുത്താം. ഫ്രഷ് ക്രീമും കൂടി ഇട്ടിട്ട് ഞാൻ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഇനിയും ഫ്രഷ് ക്രീം ആഡ് ചെയ്യാവേ. ഞാൻ ആദ്യം കുറച്ച് ഫ്രഷ് ക്രീം ആയിരുന്നു ഇട്ടത്. അത് കുറവായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഫ്രഷ് ക്രീം ഇട്ടത്. അങ്ങനെ മൊത്തം ഞാൻ 2 കപ്പ് ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ അതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം വേണമെങ്കിൽ തിളച്ച വെള്ളം ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാ വെള്ളം ഉപയോഗിച്ചാലും മതി. ഞാൻ ഇവിടെ ചെറു ചൂടാക്കിയ വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചെറു ചൂടാക്കിയ വെള്ളവും കൂടി ഇട്ടിട്ട് അതൊന്ന് നല്ല രീതിയിലൊന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിൽ തന്നെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണേ. അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ഒന്ന് നോക്കാം. കുറവാന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്തൊന്ന് ചേർക്കണേ. തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. മിക്സ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, നമ്മുടെ ആ വെള്ളം വറ്റണം. അത്യാവശ്യം നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളത്തിൻ്റെ പകുതി ആവുന്നവരെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് വെട്ടി തിളയ്ക്കാനായിട്ട് അനുവദിക്കണേ. ചിക്കനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അപ്പോൾ ദേ നമ്മുടെ കറി വെള്ളമെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വറ്റി ആവശ്യത്തിനുള്ള പരുവമായിട്ടുണ്ട്. നിങ്ങൾക്ക് കുറുകിയാണ് കിട്ടണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി.
കറി രൂപത്തിൽ ഇരിക്കണമെങ്കിൽ കറി ചേർത്താലും മതി. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതാണ് കറിയുടെ ഒരു ഫൈനൽ ലുക്ക്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ.